കുടുംബ പ്രേക്ഷകരെ ഏറ്റവുമധികം സ്വാധീനിച്ച നടന്മാരിൽ ഒരാൾ ദിലീപാണ്. ജനപ്രിയ നടൻ എന്ന നിലയിൽ പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ ദിലീപിന് സാധിച്ചിരുന്നു. മാത്രമല്ല, ആളുകൾക്ക് ഏതുതരം കഥാപാത്രം വേണമെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നും ദിലീപിന് നല്ല ധാരണയുണ്ടായിരുന്നു. ദിലീപിൻ്റെ നിർദ്ദേശത്തിൽ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുകയാണ് സംവിധായകൻ സുന്ദർദാസ്. കുബേരൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചായിരുന്നു മാസ്റ്റർ ബിൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സംവിധായകൻ തുറന്നു പറഞ്ഞത്. കുബേരൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൊടകിൽ പോയി അവിടെ ഉദ്ദേശിച്ചതുപോലൊരു ലൊക്കേഷൻ കിട്ടിയില്ല. കഥയിലുള്ളതുപോലെ വലിയ ബംഗ്ലാവ് വേണം, പക്ഷെ അവിടെ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കിട്ടിയില്ല. ബംഗ്ലാവ് എന്ന പേരേ ഉള്ളൂ, ശരിക്കും അതൊക്കെ വലിയ വീടുകൾ മാത്രമായിരുന്നു. അങ്ങനെ ചിത്രീകരണം ഊട്ടിയിലേക്ക് മാറ്റി. സിനിമയുടെ തിരക്കഥ പൂർത്തിയായതിനു ശേഷം ദിലീപും ഞാനുമൊക്കെ കഥ വായിക്കാനായി ഒരുമിച്ച് കൂടി. കഥയിൽ ഓവനിൽ വെച്ച് അണ്ടർവെയർ ചൂടാക്കുന്നൊരു സീനുണ്ട്. അത് വെറുതെ എഴുതിയെന്നേയുള്ളൂ. ആ സീൻ എടുക്കണമെന്നില്ലെന്ന് പറഞ്ഞു. കാരണം ആ സീനിൽ അണ്ടർവെയറിൻ്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ വേണ്ടി വന്നേക്കും. അതിനെന്താണ് കുഴപ്പം? ആ സീൻ എടുക്കാം, അത് മാറ്റരുതെന്നാണ് ദിലീപ് പറഞ്ഞത്. അദ്ദേഹത്തിന് ആളുകളുടെ പൾസ് അറിയാം. സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചത് കൊണ്ട് ആളുകളുടെ പൾസ് എന്താണെന്ന് ദിലീപിനെയും ജയറാമിനെയും പോലുള്ള താരങ്ങൾക്ക് അറിയാം. ദിലീപ് പറഞ്ഞത് പലതും കറക്റ്റാണെന്ന് കുബേരൻ്റെ വിജയത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. സംയുക്ത വർമ്മയ്ക്ക് ഡേറ്റ് കുറവായിരുന്നു. നടി അവസാനമായി അഭിനയിച്ച മലയാള സിനിമ കുബേരനായിരുന്നു. പിന്നെ തെങ്കാശി പഠനത്തിൻ്റെ തമിഴ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമാണ് ബിജു മേനോനുമായി വിവാഹം കഴിഞ്ഞ് പോകുന്നത്. നടിയുടെ ഡേറ്റും പ്രശ്നമായിരുന്നു. പക്ഷെ വളരെ രസകരമായി ആ ചിത്രീകരണം പൂർത്തിയാക്കി. നമ്മൾ സിനിമയിൽ വർക്കാവില്ലെന്ന് കരുതുന്നത് പലതും ഹിറ്റാവാറുണ്ട്. അത്തരം സീനുകൾ നോക്കി ചെയ്യാൻ ദിലീപിന് പ്രത്യേക കഴിവുണ്ട്. അതിന് അദ്ദേഹത്തിന് മടിയോ ചളിപ്പോയില്ല. ദിലീപിൻ്റെ റൺവേ എന്ന സിനിമ ഒരു ഉദാഹരണമാണ്. അതിൽ വാളയാർ പരമശിവം എന്ന കഥാപാത്രമായി നടക്കുകയല്ല, അയാളുടെ ജീവിതത്തിലെ ഹ്യൂമറുകൾ ചെയ്യുന്നുണ്ട്. ഇത്തരം റോളുകൾ ചെയ്യാൻ ദിലീപേയുള്ളൂ. ജയസൂര്യ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ പണ്ട് ജയറാം ചെയ്തിരുന്നതിലേക്കാണ് ദിലീപ് വന്നത്. കലാഭവൻ മണിയും ഹ്യൂമർ ചെയ്തിരുന്നതാണ്, പിന്നെ അദ്ദേഹം വില്ലനായി. അതുപോലെ സലീം കുമാർ, ഹരിശ്രീ അശോകൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരൊക്കെ ഹ്യൂമറിൽ നിന്നും സീരിയസ് വേഷത്തിലേക്ക് എത്തിയവരാണെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു.